ഹലോ ഗൈസ്, ഒരു മുറി വൃത്തിയാക്കി എൻ്റെ ക്ഷീണമാണ് കാണും. എൻ്റെ മോൻ കണ്ട എൻ്റെ സൗന്ദര്യമൊക്കെ പോയി. എൻ്റെ മോൻ നിറച്ചതാണ്ട് വിയർപ്പ്, തല നീരിറങ്ങുന്നുണ്ടോ? നീരിറങ്ങുമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു. നീരിറങ്ങുമെങ്കിൽ എൻ്റെ അമ്മ അച്ഛനും വീണ്ടും എന്നെ കൊണ്ട് ഇങ്ങനെ ആശുപത്രിയിലൊന്നും പോകും ഗൈസ്. ഇനി ആശുപത്രി കൊണ്ടുപോവില്ല ഗേസ്, നമ്മൾ അടിച്ച് ശരിയാക്കും ഇവളെ. ഇനി കൊണ്ടുപോകാനൊന്നുമില്ല ഞങ്ങള്. നല്ല അല്ല, ഇതിന് ഒന്നും പറ്റൂല. കാര്യം എന്താണെന്നറിയാവോ, ഇവള് ഒരു പണിയും ചെയ്യാതിരുന്നാണ് ഇവക്ക് നീരിറങ്ങുന്നത്. ഇന്ന് എന്തെങ്കിലും ഇത് ചെയ്യേണ്ട എനിക്കൊരു സമാധാനമുണ്ട്. ഇനി ഇവ എന്തായാലും നീരിറങ്ങൂല. ആ കേറിയ നീരങ്ങ് ഇറങ്ങി പൊയ്ക്കോളും. എനിക്ക് അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഇങ്ങനെ ജോലി ചെയ്താലേ നീരിറങ്ങി പോകുള്ളൂ. മറ്റേത് ഇവിടെ ഇരുന്ന് ശരീരം അനങ്ങാറില്ല ഗൈസ്. അവിടെ ഇരുന്നോണ്ട് രാശിയുടെ അടുത്തും എന്റെ അടുത്തും അച്ഛന്റെ അടുത്തും ഓർഡറാണ്. നല്ല കുട്ടി. മുറി കണ്ടു വൃത്തിയായി, കണ്ടു ഇവന്റെ മുറി വൃത്തിയായത്. നാളെ വേണമെങ്കിൽ ഞാൻ വേറെ ബ്ലോഗ് ചെയ്തിടാം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് കാണാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഞാൻ ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വീട് ഈ മുറി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഇവളുടെ റൂം വൃത്തിയാക്കില്ല. ഇവള് വന്ന് കയറിയ ഉടനെ ഈ റൂം തൊലച്ചിട്ടിട്ടാണ് പോകുന്നത്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ പ്രാവശ്യം ഞാനാണ് വൃത്തിയാക്കണം. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു, ഇവൾ എന്തെങ്കിലും വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവള് മുറി എന്ന് പറയുന്നില്ലേ, ഈ വിട്ടി കോത. അല്ലെങ്കിൽ ഇത്രയും പ്രായമായി ഇവൾ ഇപ്പോഴും ഞങ്ങളെ ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇവക്കെന്തോന്നു മുറി, ഇവളെ സാധനങ്ങളിൽ അങ്ങോട്ട് കൊണ്ട് എറിയും, ഇങ്ങ് വരും. ആ TV റൂമിലിരിക്കുന്ന കസേരയിൽ പ്രതിഷ്ഠ പോലെ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ വന്ന് കിടന്നുറങ്ങും. ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത് ഗൈസ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇവളെ മുറിയത്ത് പറയണത് ഇവക്ക് വേസ്റ്റ് കൊണ്ട് തള്ളാനുള്ള മുറിയാണ് ഗൈസ്. ഓക്കെ, താങ്ക് യു.